രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമോ എന്ന കോൺഗ്രസിന് ആശങ്ക. ഉപതെരഞ്ഞെടുപ്പിലും തൊട്ടുപിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി നേരിട്ടാൽ എന്ത് ചെയ്യും എന്നതിലാണ് ആശങ്ക. രാജിക്ക് പകരം രാഹുലിനെ നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് പ്ലാൻ ബി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാലും ചുരുങ്ങിയ സമയത്തേക്കായി ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടില്ല എന്ന നിലപാടിലാണ് BJP സംസ്ഥാന നേതൃത്വം. ഷഫീദ് റാവുത്തറും അലക്സ് റാം മുഹമ്മദും ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ഷഫീദിലേക്കാണ്. ഷഫീദ്, ഈ കോൺഗ്രസ് എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്? ഷഫീദ്. ഉന്മേഷ, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനം അത് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാലക്കാട് നിലനിർത്താൻ കോൺഗ്രസ് നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടെ BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ പാർട്ടിക്കകത്തുമുണ്ട്. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ഉപതെരഞ്ഞെടുപ്പിൽ BJP നേട്ടമുണ്ടാക്കുകയും ചെയ്താൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. ആ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ KPCC നേതൃത്വം നിയമോപദേശം തേടിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന നിയമോപദേശം ലഭിച്ചാൽ ഒരു പ്ലാൻ ബിയും ഇതിനോടകം തന്നെ KPCC വർക്കൗട്ട് ചെയ്യുന്നു. അത് പൂർണ്ണമായും രാഹുലിനെ പാർട്ടിയിൽ നിന്നുൾപ്പെടെ മാറ്റി നിർത്തി ഉപതെരഞ്ഞെടുപ്പ് നേരിടുക എന്നുള്ളതാണ്. മാത്രമല്ല നിലവിലിപ്പോൾ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഏതെങ്കിലും കീ റോളിലേക്ക് ഇനിയും എത്തുന്ന കാര്യം വളരെ സംശയമാണ്. പ്രത്യേകിച്ച് നേതാക്കൾ ഒന്നടങ്കം രാഹുലിനെ കൈവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഷാഫി പറമ്പിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മയപ്പെടുത്തി രാഹുലിനൊപ്പമുണ്ട് എന്നുള്ളൊരു സൂചന നൽകിയിട്ടുള്ളത്. മറ്റു നേതാക്കളെല്ലാം രാഹുലിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. ഏതായാലും ഈ നിയമോപദേശത്തിന് ശേഷം ആ പ്ലാൻ ബിയിൽ മറ്റേതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മാറ്റം വരുത്തും. തിരക്കിട്ട കൂടിയാലോചനകൾ രാഹുലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടക്കുന്നുമുണ്ട്. തുടരുക ഷഫീദ്. അലക്സ് റാം മുഹമ്മദ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അലക്സ്, ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പാലക്കാട് അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണല്ലോ കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അവിടെ പാലക്കാട് BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന, അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണല്ലോ. അതുകൊണ്ട് പക്ഷേ BJP ഇപ്പോൾ വ്യക്തമാക്കുന്ന നിലപാട് എന്താണ് ഈ വിഷയത്തിൽ അലക്സ്? ഉന്മേഷ, കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കാര്യം ഇപ്പോൾ ഉടക്കി നിൽക്കുന്നത് ഇദ്ദേഹം രാജിവെച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ കോൺഗ്രസ് നിയമോപദേശം തേടുകയും ചെയ്യുന്നുണ്ട്, വിദഗ്ധാഭിപ്രായം തേടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ അവിടെ BJP മുന്നേറും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കാരണം BJPക്ക് വലിയ തോതിൽ സംഘടനാ ശക്തി ഉള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അവിടെ അത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു. ഈ ഘട്ടത്തിലാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പുറത്തു വരുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് BJPയുടെ ആവശ്യമല്ല. നിലവിൽ ആ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് അനാവശ്യമാണെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. അത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് തങ്ങൾ ആവശ്യപ്പെടില്ല എന്നാണ് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി വാശി പിടിക്കില്ല. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുന്നത് അനാവശ്യമാണ്. അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 25% വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് BJPയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതല പാർട്ടി നൽകിയിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത് കാര്യമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു മുന്നൊരുക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വന്നാൽ അത് ആ ലക്ഷ്യം ഷിഫ്റ്റ് ചെയ്യുന്നതിന്, ആ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് കാരണമാകുമെന്നാണ് BJP വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും അന്തിമ തീരുമാനം BJPയുടെ ദേശീയ നേതൃത്വത്തിനായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്ന നടപടിയായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ രാജിവെച്ച് കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് വേണോ വേണ്ടോ എന്നുള്ള കാര്യം പോലും തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിൽ മുഖ്യ റോൾ വഹിക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ ആ തീരുമാനം ദേശീയ നേതൃത്വത്തിലേക്ക് പോകും. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് നിലവിലെ പശ്ചാത്തലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് താല്പര്യമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഉന്മേഷം. ശരി, അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.